സൂറത്തിൽ വോട്ടെടുപ്പിന് മുന്നേ താമര വിരിഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്കുള്ള കൂടുമാറ്റം ഒരു പതിവ് വാർത്തയായി മാറിക്കഴിഞ്ഞു. എങ്കിലും അത് ബി.ജെ.പിക്ക് നൽകുന്ന നേട്ടവും കോൺഗ്രസിന് രാജ്യത്തുടനീളം നൽകുന്ന കോട്ടവും വളരെ വലുതാണ്. സൂറത്തിന് പിന്നാലെ മധ്യപ്രദേശ് ഇൻഡോറിലും ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വിജയം കണ്ടിരിക്കുന്നു. ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് ബി.ജെ.പിയിലേക്ക് ചേർന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ബി.ജെ.പി നേതാക്കളോടൊപ്പം എത്തിയാണ് അക്ഷയ് കാന്തി ബാം പത്രിക പിൻവലിച്ചത്. മധ്യപ്രദേശിൽ തിരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ശേഷിക്കെയാണ് അക്ഷയ് കാന്തി ബാമിന്റെ അപ്രതീക്ഷിത നീക്കം. ഇത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അക്ഷയ് കാന്തി ബാം ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബി.ജെ.പി നേതാവിന്റെ ട്വീറ്റിന് പിന്നാലെയാണ് പത്രിക പിൻവലിക്കുകയുണ്ടായത്. ബി.ജെ.പി എം.എൽ.എ രമേശ് മെൻഡോലയ്ക്കൊപ്പം കളക്ടറേറ്റിലേക്കെത്തിയാണ് അക്ഷയ് കാന്തി ബാം തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത്. ബി.ജെ.പിക്കായി സിറ്റിംഗ് എം.പി ശങ്കർ ലാൽവനിയാണ് ഇൻഡോറിൽ മത്സരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടമായ മെയ് 13-നാണ് ഇവിടെ വോട്ടെടുപ്പ്. 17 വർഷം പഴക്കമുള്ള കേസ് പരാമർശിക്കാത്തതിന് സൂക്ഷ്മ പരിശോധനയിൽ ബി.ജെ.പി അക്ഷയ് കാന്തി ബാമിന്റെ നാമനിർദ്ദേശ പത്രികയിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. എന്നാൽ ജില്ലാ കളക്ടർ എതിർപ്പ് തള്ളുകയും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും ചെയ്തു. അതേസമയം കോൺഗ്രസിന്റെ 3 ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ് കാന്തി ബാം തനിക്കും മറ്റു ബി.ജെ.പി നേതാക്കൾക്കുമൊപ്പം വാഹനത്തിലിരിക്കുന്ന ചിത്രം മധ്യപ്രദേശ് മന്ത്രി കൈലാഷ് വിജയവർഗിയ എക്സല പങ്കുവയ്ക്കുകയും ചെയ്തു. നേരത്തെ ഗുജറാത്തിലെ സൂറത്തിൽ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം രൂക്ഷ വിമർശനം നേരിടുന്നതിനിടയിലാണ് പുതിയ സംഭവം. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമായി ഇവിടെ വിജയം ഏറെ ദുഷ്കരമായിരുന്നുവെങ്കിലും യുവ നേതാവിനെ രംഗത്തിറക്കി കടുത്ത മത്സരം കാഴ്ചവെക്കാമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാമിന്റെ കൂടുമാറ്റത്തോടെ അസ്തമിച്ചത്. പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടിയതോടെ അക്ഷയുടെ വസതിക്ക് മുന്നിൽ ഇന്നലെ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. അക്ഷയ് ബി.ജെ.പിയിൽ ചേർന്ന വിവരം മുതിർന്ന ബി.ജെ.പി നേതാവും മധ്യപ്രദേശ് മന്ത്രിയുമായ കൈലാഷ് വിജയവർഗിയാണ് പുറത്തുവിട്ടത്. ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാമിനെ ഞങ്ങൾ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അക്ഷയ്ക്കൊപ്പം കാറിലിരിക്കുന്ന ചിത്രം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് അദ്ദേഹം കുറിച്ചു. സ്ഥാനാർത്ഥിത്വത്തിന് കോൺഗ്രസ് ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടതിലും ദേശീയ നേതാക്കൾ ഇൻഡോറിൽ പ്രചാരണത്തിനെത്താത്തതിലും അക്ഷയ് നിരാശനായിരുന്നു എന്നാണ് ബി.ജെ.പി വക്താവ് ഹിതേഷ് ബാജ്പേയിയുടെ വാദം. നിയമബിരുദധാരിയായ അക്ഷയ് 10 വർഷം മുൻപാണ് കോൺഗ്രസിൽ ചേർന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചെങ്കിലും സീറ്റ് ലഭിച്ചില്ല. ഇൻഡോറിലെ പ്രമുഖ നേതാക്കൾ ഈയിടെ ബി.ജെ.പിയിൽ ചേർന്നതിന് പിന്നാലെയാണ് ഇക്കുറി അക്ഷയ്ക്ക് കോൺഗ്രസിൽ ടിക്കറ്റ് നൽകിയത്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് 3 കേസുകൾ ഇദ്ദേഹത്തിന് എതിരെയുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്.